എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ചെയ്ത് കാരണം നമുക്കിപ്പോൾ പുറത്തെ കടയിലൊക്കെ പോയി ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരി, ഗോതമ്പ്, ചെറുപയർ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാനും ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് മരുന്ന് കഴിഞ്ഞിട്ട് റെസിപ്പി ഉലുവ കഞ്ഞി, അതുപോലെ പത്തിലത്തോരൻ്റെ ഒക്കെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കുക. ഈ കർക്കിടക മാസത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. കഞ്ഞിക്കായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് അരി, ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ ഉലുവ. ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഉലുവ ഞാനിവിടെ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്നും കൂടെ പറഞ്ഞു തരാം. 1/4 കപ്പ് പച്ചരി, 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ്, 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കാരണം നമുക്ക് പുറത്തുനിന്ന് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കഞ്ഞിയാണ്. നല്ല ഹെൽത്തിയുമാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവ നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണാണ്. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. ഞാനൊരു 15 അല്ലി വെളുത്തുള്ളിയും, ഒരു 8 അല്ലി ചെറിയ ഉള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി വളരെ ചെറിയ കഷ്ണം എടുത്താൽ മതി. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. ഇൻഗ്രീഡിയൻസ് കുതിരാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തം 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ സ്റ്റൗവിൽ വെച്ച് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ കഞ്ഞി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുക്കർ മൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിലും കൂടെ വരാൻ അനുവദിക്കണം. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ ഉപയോഗിക്കുന്ന കുക്കർ ഒരു 3 വിസിലാകുമ്പോഴത്തേക്ക് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ പാകം നോക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. കഞ്ഞി ആയതാണ് ഇത്തിരി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കഞ്ഞിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പശുമ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കഞ്ഞി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കഞ്ഞി ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് ഇപ്പോഴും ടേസ്റ്റ്. തേങ്ങാപ്പാൽ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് വേണമെങ്കിൽ ഈ കഞ്ഞിയിൽ ചേർക്കാം. ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിതുപോലെ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി കഴിഞ്ഞ് ഇനി റെഡിയായ കഞ്ഞി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം.
കഞ്ഞി നമുക്ക് ചൂടോടുകൂടി പപ്പടം, ചമ്മന്തി, അച്ചാർ ഇവയുടെ കൂടെ കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മളിതിൽ ചെറിയ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്, നെയ്യൊക്കെ ചേർത്താണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കഞ്ഞിയാണ്. ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കാനും നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പടർന്നിരിക്കുന്ന കോവിഡിനൊക്കെ പ്രതിരോധിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഈ കർക്കിടക കഞ്ഞി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പുറത്തുനിന്ന് പോയി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ച്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്